കൺസീലർ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാലറ്റ് വെച്ചിട്ടാണ്. സോ നമ്മൾ യൂഷ്വലി ഓറഞ്ച് കളർ കറക്റ്റർ വെച്ചിട്ടായിരിക്കും കൺസീൽ ചെയ്യുന്നത് അല്ലേ. ആദ്യം കളർ കറക്ഷൻ ചെയ്തിട്ട് പിന്നെ കൺസീൽ ചെയ്യും. സോ ഞാനിവിടെ ഓറഞ്ചിന് പകരം എടുക്കുന്നത് നമ്മുടെ സ്കിൻ ടോണിനേക്കാളിലും കുറച്ചുകൂടി ഒരു ഡാർക്കർ, ഒരു ഒരു 2-3 ഷെയ്ഡ് ഡാർക്കർ എടുത്തിട്ട് നമ്മുടെ മാർക്സ് ഉള്ളിടത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഓറഞ്ച് വെച്ച് ചെയ്യുമ്പം ഒരുപാട് ആ ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് നിൽക്കുന്നു എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട്. സോ അങ്ങനെ ഉള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. നമ്മുടെ ഷെയ്ഡിനേക്കാളിലും ഒരു 2-3 ഡാർക്കർ ഷെയ്ഡ്. സോ ഇതും നമ്മുടെ ഓറഞ്ച് കളർ കറക്ഷൻ എങ്ങനെയാണോ നടക്കുന്നത് അതേ പ്രോസസ്സ് തന്നെ ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അഗെയിൻ കൺസീലർ അപ്ലൈ ചെയ്താൽ ഇത് അതുപോലെ തന്നെ ക്യാൻസൽ ആയിക്കോളും. സോ ഞാനിവിടെ കൺസീലർ പിന്നെയും അപ്ലൈ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ഞാൻ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ ഫേസിൽ റെഡ് മാർക്സ് ചെറുതായിട്ടുള്ളിടത്തൊക്കെ ഞാൻ ഗ്രീനും കൊടുത്തിട്ടുണ്ട്. സോ റെഡ് ഉള്ളിടത്ത് നമ്മളെപ്പോഴും ഗ്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നമ്മുടെ കളർ വീലിൻ്റെ തിയറി വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമായിരുന്നു. ഇതൊരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ ആയിരുന്നു. സോ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഞാൻ കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തത്, ബ്രഷെല്ലാം വാഷ് ചെയ്യാൻ വെച്ചോണ്ട്. പക്ഷെ നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. വീഡിയോയിൽ എനിക്ക് വലിയ അടിപൊളിയായിട്ടൊന്നും തോന്നുന്നില്ല, കാരണം വീഡിയോയിൽ പല ലൈറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നേരിട്ട് ഞാൻ ഇപ്പം കണ്ണാടി ചെന്ന് നോക്കിയപ്പം അയ്യോ, നല്ല മീൻസ് ബ്രഷും കൊണ്ടോ സ്പഞ്ചും കൊണ്ടോ പോലും ഇത്ര അടിപൊളിയായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടില്ല. പക്ഷേ ബ്രഷ് ഉണ്ടെങ്കിൽ ഈസിയാണ്, കൈ കൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പക്ഷെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ വീഡിയോയിൽ എന്താ പറയുക, ലൈറ്റൊക്കെ വരുമ്പോൾ ഒരുമാതിരി നിൽക്കുന്നു, പക്ഷെ നേരിട്ട് അടിപൊളി. ഇപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് മാർക്സ് ഒക്കെ കാണുന്നുണ്ടല്ലേ, പക്ഷേ നേരിട്ട് ഈ മാർക്സ് ഒന്നും ആക്ച്വലി വിസിബിൾ അല്ല. ഇത് നമ്മുടെ അത്രയും ഇൻറ്റൻസ് ലൈറ്റാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും ക്യാമറ അടുത്ത് വെക്കുമ്പം ആക്ച്വലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ക്യാമറയിൽ അറിയാൻ പറ്റുന്നുണ്ട്. ഇത് നേരിട്ട് നല്ല പക്ക സ്കിൻ ഫിനിഷിലാണ് കിട്ടിയത്. നമ്മൾ മാക്സിമം ഈ ഓവർ ലെയറിങ് അവോയ്ഡ് ചെയ്യണേ. അല്ലെങ്കിൽ കുറച്ച് അയ്യോൻ്റെ ഇവിടെ കുറച്ച് ഫൗണ്ടേഷൻ കൂടുതൽ വേണം, അങ്ങനെ ഓവർ ലെയറിങ് ഇടല്ലോ ഒരിക്കലും. അപ്പം നമുക്ക് നല്ല സ്കിൻ ഫിനിഷ്. ഇതാണ് വിത്തൗട്ട് ലൈറ്റിലുള്ള ഫേസ്. മറ്റേത് നമുക്ക് ലൈറ്റൊക്കെ വരുമ്പോൾ, ഇതാണ് വിത്തൗട്ട് ലൈറ്റിലുള്ളത്. അതായത് നമ്മുടെ സ്കിൻ ഫിനിഷ് പക്ക സ്കിൻ ഫിനിഷ്. ബ്രഷും കൊണ്ട് ചെയ്യുമ്പോൾ വരുമെന്നറിയാം, പക്ഷെ കൈ കൊണ്ട് ഇത്ര ഫിനിഷിങ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ, ഞാൻ ലൈറ്റ് ഓൺ ചെയ്യാവേ. ഇല്ല, നിങ്ങൾ ഞാൻ പറഞ്ഞ് വിശ്വസിക്കത്തില്ല. കണ്ട.